നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വില്യം ഹാസ്ലിറ്റിൻ്റെ മൈ ഫസ്റ്റ് അക്വൈൻറ്റൻസ് വിത്ത് പോയിറ്റ്സും പിന്നെ മാത്യു ആർണൽഡിൻ്റെ ഡോവർ ബീച്ച് നമുക്ക് ഈ ഒരു സിംഗിൾ ഓഡിയോയ്ക്കകത്ത് നോക്കാം. അപ്പോൾ വില്യം ഹാസ്ലിറ്റിൻ്റെ മൈ ഫസ്റ്റ് അക്വൈൻറ്റൻസ് വിത്ത് പോയിറ്റ്സ് എന്നുള്ളത്, അതായത് വില്യം ഹാസ്ലിറ്റ് ഒരു ഇംഗ്ലീഷ് എസ്സയിസ്റ്റ് ആണ്, ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് എസ്സയിസ്റ്റ് ആണ്. റൊമാൻറ്റിക് ഏജിൽ പേഴ്സണൽ സ്റ്റൈലും ഷാർപ്പ് ക്രിറ്റിസിസവും ഇമോഷണൽ പ്രോസും ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ആൻഡ് അദ്ദേഹത്തിൻ്റെ എസ്സേസിനകത്ത് ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ് വരുന്നുണ്ട്, ക്രിറ്റിസിസം വരുന്നുണ്ട്, ഹ്യൂമൻ നേച്ചറിൻ്റെ കുറച്ച് റിഫ്ലക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു എസ്സേ ഓട്ടോബയോഗ്രഫിക്കലാണ്. ഹാസ്ലിറ്റ് പറയുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹം ഫേമസ് ആയിട്ടുള്ള റൊമാൻറ്റിക് പോയിറ്റ്സ്, എസ്പെഷ്യലി സാമുവൽ ടൈലർ കോൾറിഡ്ജിനെയും വില്യം വേർഡ്സ്വർത്തിനെയും എങ്ങനെയാണ് ഫസ്റ്റ് മീറ്റ് ചെയ്തത്, ഓക്കെ, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഈ ഒരു എസ്സേ എന്ന് പറയുന്നത്. അതായത് അവരോടുള്ള അഡ്മിറേഷൻ, അവർ ഇദ്ദേഹത്തിൻ്റെ ലിറ്റററി ലൈഫിൽ ഇമ്പാക്റ്റ് എത്രമാത്രം ഉണ്ടാക്കി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വില്യം ഹാസ്ലിറ്റ് മൈ ഫസ്റ്റ് അക്വൈൻറ്റൻസ് വിത്ത് ദ പോയിറ്റ്സ് എന്നുള്ളതിനകത്ത് പറയുന്നത്. അപ്പോൾ ഹാസ്ലിറ്റ് ഫസ്റ്റ് കോൾറിഡ്ജിനെ കുറിച്ച് പിന്നെ കേൾക്കുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് കോൾറിഡ്ജിനെ കുറിച്ച് അറിയുന്നതെന്ന് വെച്ചാൽ കോൾറിഡ്ജ് ഷ്രോപ്ഷയർ എന്നുള്ള സ്ഥലത്ത് ഒരു ചേപ്പലിൽ പ്രീച്ച് ചെയ്യുന്നത് കേട്ടു 1798. സോ കോൾറിഡ്ജിന് പോയിറ്റ് മാത്രമല്ല, അദ്ദേഹം ഒരു സ്പീക്കറും കൂടിയാണ്. അപ്പോൾ ഫസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് പോലെ അല്ലെങ്കിൽ ഒരു ഇത് കേട്ടു അദ്ദേഹം. അപ്പോൾ ഹാസ്ലിറ്റ് പറയുന്നത് വെച്ചാൽ കോൾറിഡ്ജിൻ്റെ വോയിസ് വളരെ മ്യൂസിക്കലാണ്, ഭയങ്കര എൻചാൻറ്റിങ് ആണെന്ന് വെച്ചാൽ ഭയങ്കര അട്രാക്റ്റീവാണ്. സ്പീച്ച് ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും കുറച്ച് ഇമാജിനേഷൻ അല്ലെങ്കിൽ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കോണ്ടൻസ് ഒക്കെ ആയിരുന്നു വരുന്നത്. ആൻഡ് ഹാസ്ലിറ്റ് ഇദ്ദേഹത്തിൻ്റെ ഐഡിയാസ് അബൌട്ട് ലിബർട്ടി, റിലീജിയൻ, പോയട്രി ഇതിലങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഹാസ്ലിറ്റിന്. അപ്പോൾ കോൾറിഡ്ജിൻ്റെ സെർമൺ അല്ലെങ്കിൽ അദ്ദേഹം സംസാരിച്ച പ്രീച്ച് ആ ഒരു ഇതെന്ന് പറയുന്നത്, സ്പീച്ച് എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആയിരുന്നു. കാരണം അത്രയധികം ഇമോഷണൽ ഇമ്പാക്റ്റാണ് ഹാസ്ലിറ്റിൻ്റെ മൈൻഡിലൊന്ന് ഉണ്ടാക്കിയത്. അതായത് ഒരു പുതിയ ഇൻ്റലക്ച്വൽ വേൾഡ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തുറന്ന പോലെയാണ് ആർക്ക് തോന്നിയത്, ഹാസ്ലിറ്റിന് തോന്നിയത്. അപ്പോൾ കോൾറിഡ്ജ് ഓൾറെഡി നിങ്ങൾക്ക് തന്നെ, അതായത് നമുക്കറിയാം, നമ്മൾ ഫ്രാൻസിലൊക്കെ റെവല്യൂഷൻ നടക്കുന്ന സമയത്ത് കോൾറിഡ്ജ്, ഷെല്ലി പോലെയുള്ള റൈറ്റേഴ്സിനൊക്കെ ആ റെവല്യൂഷൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കിട്ടിയിട്ടുണ്ട്. സോ അതേ അവരുടെ കവിതകളിനകത്ത് നമുക്കത് കാണാൻ സാധിക്കും. പിന്നെ ഓൾദോ കോൾറിഡ്ജിൻ്റെ കവിതയ്ക്കകത്തുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സും ഇമാജിനേഷനും ഫാൻറ്റസിയും എല്ലാം കൂടെ കയറി വരുന്നതാണ് കോൾറിഡ്ജിൻ്റെ കവിതകളെന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് അദ്ദേഹം കോൾറിഡ്ജിൻ്റെ ആ ഒരു കാര്യമാണ് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ ദിസ് സെർമൺ വില്യം ഹാസ്ലിറ്റ് എന്ത് ചെയ്യുവാണ്, കോൾറിഡ്ജിൻ്റെ ഒപ്പം നടക്കുവാണ് കൺട്രി സൈഡിലൂടെ. അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുവാണ് അബൌട്ട് പോയട്രി, ഫിലോസഫി, നേച്ചർ, പൊളിറ്റിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ഹ്യൂമൻ ബീങ്സിൻ്റെ ഇമാജിനേഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം കോൾറിഡ്ജിൻ്റെ ആ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള വിവരം, ലേണിങ്ങിനെ കുറിച്ച്, ഇമാജിനേഷനെ കുറിച്ചൊക്കെ പറഞ്ഞ് അത് കേൾക്കുമ്പോൾ ഹാസ്ലിറ്റ് ഭയങ്കര അധികം അങ്ങ് ഇഷ്ടപ്പെടുവാണ് ഇദ്ദേഹത്തിനെ. കോൾറിഡ്ജ് ചുമ്മാ സംസാരിച്ച് പോവുമല്ല, സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഗ്രീക്ക് ഫിലോസഫേഴ്സിനെ കുറിച്ചും അവരുടെ കൊട്ടേഷൻസും ഇംഗ്ലീഷ് പോയറ്റ്സിൻ്റെ കൊട്ടേഷൻസും എല്ലാം കോട്ട് ചെയ്താണ് പറഞ്ഞ് സംസാരിച്ച് പോകുന്നത്. അതാണ് കോൾറിഡ്ജുമായിട്ടുള്ളൊരു എപ്പിസോഡ്. നെക്സ്റ്റ് ഹി മീറ്റ്സ് വില്യം വേർഡ്സ്വർത്ത്. വില്യം വേർഡ്സ്വർത്തിൻ്റെ എന്താണ്, ഭയങ്കര ക്വയറ്റ് ആൻഡ് സീരിയസ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് വില്യം വേർഡ്സ്വർത്ത്, അൺലൈക്ക് കോൾറിഡ്ജ്. കോൾറിഡ്ജ് ഭയങ്കര ഇമാജിനേഷനെ കുറിച്ച് ഇങ്ങനെ ഓവർഫ്ലോ ചെയ്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണെന്നുണ്ടെങ്കിൽ വേർഡ്സ്വർത്ത് എന്ന് പറയുന്നത് വളരെ കാം ആൻഡ് മെഡിറ്റേറ്റീവ് ആണ്, എന്ന് വെച്ചാൽ അധികം സംസാരിക്കത്തില്ല. അപ്പോൾ ഹാസ്ലിറ്റ് ഇദ്ദേഹത്തിന്, വേർഡ്സ്വർത്തിന് എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, നേച്ചർ, കൺട്രി സൈഡ് ലൈഫ്, ഇങ്ങനെയുള്ള ഓർഡിനറി ആളുകളുടെ ലൈഫ്, ഇതിനൊക്കെയാണ് വേർഡ്സ്വർത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഹാസ്ലിറ്റ് അഡ്മയർ ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് നേച്ചർ ആൻഡ് ഓർഡിനറി ലൈഫ്. അപ്പോൾ വേർഡ്സ്വർത്ത് അദ്ദേഹത്തിൻ്റെ പോയട്രി വളരെ വളരെ ഉറക്കെയാണ് വായിക്കുന്നത്. അപ്പോൾ ഹാസ്ലിറ്റ് ഇങ്ങനെ പറയുന്നുണ്ട് അതിൻ്റെ ഭയങ്കര ആ ഒരു വായിക്കുന്നതിൻ്റെ സിംപ്ലിസിറ്റി, അത് പറയുമ്പോൾ ഉള്ള ആ ഒരു ഇമോഷണൽ ഡെപ്ത്, അല്ലെങ്കിൽ വായിക്കുമ്പോൾ ഉള്ളൊരു ഇമോഷണൽ ഡെപ്ത്, അതൊക്കെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ടാണ് ഹാസ്ലിറ്റിന് തോന്നിയത്. അപ്പോൾ ഈ രണ്ട് പോയിറ്റ്സിനെ മീറ്റ് ചെയ്യുന്ന കാര്യമാണ് മൈ ഫസ്റ്റ് അക്വൈൻറ്റൻസ് വിത്ത് ദ പോയിറ്റ്സ് എന്നുള്ള വർക്കിനകത്ത് പറഞ്ഞു പോയിരിക്കുന്നത്. ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി പേഴ്സണലി മെറ്റ് ദ ടു പോയിറ്റ്സ്, അതുകൊണ്ടാണ് ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ അവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ മൈൻഡിലൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാനും ശ്രമിച്ചു, ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ എസ്സേക്കകത്ത് പറയുന്നതെന്ന് വെച്ചാൽ നേച്ചറിനോടുള്ള ലവ്, ഇമാജിനേഷൻ, ഇമോഷണൽ എക്സ്പ്രഷൻ്റെ ഇമ്പോർട്ടൻസ്, ഇൻഡിവിജ്വൽ ഫ്രീഡം, ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഹാസ്ലിറ്റ് ഈ രണ്ട് പോയിറ്റ്സിനെയും റെവല്യൂഷണറി പോയിറ്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. കാരണം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ മാറ്റിമറിച്ച രണ്ട് പോയിറ്റ്സ് ആയിരുന്നു കോൾറിഡ്ജ് ആൻഡ് വേർഡ്സ്വർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഹാസ്ലിറ്റ് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടും ഭയങ്കര അഡ്മിറേഷൻ കൊണ്ടുമാണ് ഈ എസ്സേ എഴുതിയിരിക്കുന്നത്. ഇത് അബൌട്ട് മീറ്റിംഗ് പോയിറ്റ്സ് മാത്രമല്ല, ലിറ്ററേച്ചറിനെ ഡിസ്കവർ ചെയ്യുന്നു, ഇമാജിനേഷനെ ഡിസ്കവർ ചെയ്യുന്നു, നമുക്ക് ഭൗതികമായിട്ട് ചിന്തിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം, ഇൻ്റലക്ച്വൽ ഫ്രീഡത്തിനെയും ഡിസ്കവർ ചെയ്യുവാണ് ഇദ്ദേഹം ഇതിനകത്തൂടെ. അപ്പോൾ ഈ മൊമെൻറ്റ്സിനെ അദ്ദേഹം ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിട്ടാണ് ഹാസ്ലിറ്റ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തീമായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾറിഡ്ജിനെയും വേർഡ്സ്വർത്തിനെയും ആ ഒരു
ക്രിയേറ്റീവ് ഇമാജിനേഷൻ്റെ കാര്യം റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഗ്രേറ്റ് മൈൻഡ്സ് ആണ്. നേച്ചറിനെ കുറിച്ച് ഇമോഷനെ കുറിച്ചും പേഴ്സണൽ എക്സ്പീരിയൻസും എല്ലാം നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന പോയിറ്റ്സ് ആണ് അല്ലേ. അപ്പം ആ ഒരു ലിറ്റററി കമ്പാനിയൻഷിപ്പിനെ ഇദ്ദേഹത്തിന് ഭയങ്കര ഇൻസ്പയറിംഗ് ആൻഡ് മീനിങ് ഫുൾ ആയിട്ട് ആർക്ക് തോന്നി? നമ്മുടെ ഹാസ്ലിറ്റിന് തോന്നി. അപ്പോൾ കോളറിജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രില്യൻ സ്പീക്കർ, ഫിലോസഫിക്കലാണ്, ഇമാജിനേറ്റീവ് ആണ്, എനർജറ്റിക് ആണ്, ഇൻ്റലക്ച്വൽ ആണ്, ഫുൾ ഓഫ് പോയറ്റിക് എന്തൂസിയാസം ആണ്. വില്യം വേർഡ്സ്വർത്ത് ആണെന്നുണ്ടെങ്കിൽ ഇസ് വെരി കാം ആൻഡ് തോട്ട്ഫുൾ ആണ്, ഡീപ്ലി കണക്റ്റഡ് ടു നേച്ചറാണ് അദ്ദേഹം. സീരിയസ് ആണ്, റിഫ്ലക്റ്റീവ് ആണ്, ഓക്കെ, ഇമോഷണലി സിൻസിയർ ആണ്. അപ്പോൾ ഇത് ഒരു കോൺവെർസേഷണൽ സ്റ്റൈലിൽ എഴുതിയിരിക്കുന്ന എസ്സേ ആണ്. ഭയങ്കരമായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് ഒരു പേഴ്സണൽ ടച്ചൊക്കെ ഉള്ള ഒരു എസ്സേ ആണ്. അതാണ് ഇത് ഓട്ടോബയോഗ്രഫി പ്ലസ് ക്രിറ്റിസിസം ഉണ്ടെന്ന് പറയുന്നത്. അപ്പം കോൾറിഡ്ജിൻ്റെ ആ സ്പീക്കിംഗ് വോയിസിനെ കുറിച്ച് നമ്മുടെ ഹാസ്ലിറ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു അദ്ദേഹത്തിൻ്റെ വോയിസ് ഇദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഒരു അതായത് പീലിംഗ് ഓർഗൻ പോലെയാണ് എത്തിയത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വോയിസ്. ഓക്കെ, ആൻഡ് ഓൾസോ പോയട്രിയെ കുറിച്ചുള്ള റൊമാൻറ്റിക് ഐഡിയാസും ഹാസ്ലിറ്റ് ഇതിനകത്ത് എംഫസൈസ് ചെയ്യുന്നുണ്ട്. പോയട്രി എന്ന് പറയുന്നത് ഇമാജിനേഷൻ്റെയും പാഷൻ്റെയും ലാംഗ്വേജ് ആണെന്നാണ് അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നത് ഈ ഒരു എസ്സേക്കകത്ത്. അപ്പോൾ റൊമാൻറ്റിക് പോയറ്റ്സിനെ കുറിച്ചും റൊമാൻറ്റിക് ഏജിൻ്റെ സ്പിരിറ്റിനെ കുറിച്ചും ഒരു ഓട്ടോബയോഗ്രഫിക്കൽ എസ്സേ ആണ് നമുക്ക് പഠിക്കാനുള്ള മൈ ഫസ്റ്റ് അക്വൈൻറ്റൻസ് വിത്ത് ദി പോയറ്റ്സ് എന്നുള്ള എസ്സേ. ഓക്കെ, നെക്സ്റ്റ് ഇസ് മാത്യു ആർണൽഡ്സ് ഡോവർ ബീച്ച്. മാത്യു ആർണൽഡ് ഒരു മേജർ വിക്ടോറിയൻ പോയറ്റാണ്, ക്രിട്ടിക്കാണ്. അദ്ദേഹത്തിൻ്റെ പോയട്രിക്കകത്ത് നമ്മൾ വിക്ടോറിയൻ ഏജിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്താണ്? അതായത് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ സൈഡ് ബൈ സൈഡ് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്ത് പോകുന്നു. സയൻസ് ഉണ്ടെങ്കിൽ റിലിജൻ ഉണ്ട്, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് അല്ലേ. ഒരേ സമയത്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഒരേ സമയത്ത് സ്റ്റാഗ്നേഷനും ഉണ്ട്. എന്ന് വെച്ചാൽ ഒരേ സമയത്ത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും ടെക്നോളജിയൊക്കെ വരുന്നുണ്ടെങ്കിലും അതേ സമയത്ത് തന്നെ പൂറായിട്ടുള്ള ആളുകൾ സ്ലം ഏരിയാസിലും അല്ലെങ്കിൽ അവരുടെ ജീവിതം കഷ്ടപ്പാടാണ്. സോ ഈ ഒരു രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസ് ആയിരുന്നു അല്ലെങ്കിൽ കാര്യങ്ങളായിരുന്നു, ഇഷ്യൂസ് ആയിരുന്നു ഈ വിക്ടോറിയൻ ഏജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് തമ്മിലൊരു ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് വിക്ടോറിയൻ കോംപ്രമൈസ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. സോ മാത്യു ആർണൽഡിൻ്റെ പോയട്രിക്കകത്ത് ഈ ഡൗട്ട്, ഈ ഒരു സ്പിരിച്വൽ ക്രൈസിസ്, ഫെയ്ത്തിൻ്റെ ലോസ് ഈ മോഡേൺ വേൾഡിൽ, അതായത് നമ്മൾ പറഞ്ഞല്ലോ ചാൾസ് ഡാർവിൻ്റെ ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്നുള്ള വർക്ക് പബ്ലിഷ് ചെയ്തതിന് ശേഷം സയൻറ്റിസ്റ്റുകളും അല്ലെങ്കിൽ എന്താണ് പിന്നെ ഡാർവിനിയൻ ഐഡിയാസ് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ റിലീജിയനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ഡാർവിൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളും എവല്യൂഷൻ സംഭവിച്ച് പരിണമിച്ച് വന്നവരാണ് മനുഷ്യരെന്ന് പറയുന്നത്. പക്ഷേ ബൈബിളിനകത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ രീതിയിലാണ് നമ്മുടെ സ്റ്റോറീസ് പോകുന്നത് അല്ലേ. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലാഷൊക്കെ നമുക്ക് ആ സമയത്തുണ്ടായിരുന്ന റൈറ്റേഴ്സിൻ്റെ വർക്ക്സിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് അങ്ങനെയുള്ളൊരു വർക്കാണ് മാത്യു ആർണൽഡിൻ്റെ ഡോവർ ബീച്ച് എന്ന് പറയുന്നത്. അത് ഡോവർ എന്ന് പറയുന്നത് ആ ബീച്ച് ഇംഗ്ലണ്ടിലാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്പീക്കർ നോക്കുവാണ് രാത്രിയിൽ ആ ഒരു കാം സിയെ ബീച്ച് നോക്കി നിൽക്കുവാണ്, അതായത് ആ പിന്നെ കടൽ നോക്കി നിൽക്കുവാണ്. ഭയങ്കര കാമാണ് രാത്രിയിൽ കടൽ, നൈറ്റാണ്. അറ്റ് ഫസ്റ്റ് ഭയങ്കര പീസ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് കടൽ അദ്ദേഹത്തിന് തോന്നുന്നു. പക്ഷേ ഗ്രാജുവലി ഭയങ്കര സാഡ് ആൻഡ് ഫിലോസഫിക്കൽ ആയിട്ട് മാറുവാണ്. അപ്പോൾ സ്റ്റാൻസ 1-നകത്ത് നേച്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യുവാണ്. ആ ബ്യൂട്ടിഫുൾ ഇമേജറി പറയുവാണെന്ന് വെച്ചാൽ സീ വളരെ കാമായിട്ടിരിക്കുന്നു. കോസ്റ്റ് ആ ഒരു തീരം എന്ന് പറയുന്നത് മൂൺലിറ്റ് ആണെന്ന് വെച്ചാൽ ചന്ദ്രൻ്റെ പ്രകാശമുണ്ട്. ഇംഗ്ലണ്ടിൻ്റെ ക്ലിഫിനെ കുറിച്ച് പറയുന്നു. പിന്നെന്താണ്, വെള്ളത്തിലെല്ലാം മൂൺലൈറ്റ് ഇങ്ങനെ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു കടൽ വെള്ളത്തിൽ. സൗണ്ട് ഓഫ് വേവ്സ് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഈ വേവ്സിൻ്റെ സൗണ്ട് പെബിൾസിൽ വന്ന് അടിക്കുമ്പോൾ ഭയങ്കര ഒരു റോറ് പോലെയാണ് തോന്നുന്നത് എന്നൊക്കെ ഇദ്ദേഹം പറയുവാണ്. ആർണോൾഡ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ അതായത് ഈ പെബിൾസിൽ വന്ന് അടിക്കുന്ന കേട്ട് കുറച്ച് കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര സങ്കടമാവുകയാണ്. ആ ഒരു പോയത്തിന് മൂഡ് മാറി വരുവാണ്. ആദ്യത്തെ ആ ഒരു പീസ്ഫുൾ ഇമേജറിയൊക്കെ മാറി പിന്നീട് അങ്ങോട്ട് ഒരു സാഡ് അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ടോണിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ കടലിൻ്റെ തിരമാലകൾ വന്ന് അടിച്ചടിച്ച് കല്ലുകളിൽ അടിച്ചടിച്ച് ആദ്യം അത് ഭയങ്കര പ്ലസൻ്റ് ആയിട്ട് തോന്നുന്നെങ്കിലും പിന്നീട് അത് അദ്ദേഹത്തിന് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു സൗണ്ടായിട്ട് തോന്നുവാണ്. എന്നുവെച്ചാൽ ഒരു എറ്റേണൽ നോട്ട് ഓഫ് സാഡ്നെസ് ആണ് അദ്ദേഹത്തിന് തോന്നുന്നത്, എന്തോ ഒരു വല്ലാത്തൊരു വിഷമം. ഓക്കെ, സ്റ്റാൻസ 2-നകത്ത് അദ്ദേഹം സോഫോക്ലിസ് എന്നുള്ള ഗ്രീക്ക് ഡ്രമാറ്റിസ്റ്റിനെ കുറിച്ച് പറയുന്നു. അതായത് സോഫോക്ലിസും ഈ ഒരു പിന്നെ കടലിൻ്റെ സൗണ്ട് കേട്ട ആളാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് ഹ്യൂമൻ സഫറിങ്സിനെ കുറിച്ച് അറിഞ്ഞ ആളാണ്. അപ്പോൾ മാത്യു ആർണൽഡ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഏൻഷ്യൻ സോറോയും മോഡേൺ സാഡ്നസ്സും ഇത് രണ്ടുമാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫോക്ലിസിൻ്റെ കാര്യം എന്ന് വെച്ചാൽ സോഫോക്ലിസ് എന്ന് വെച്ചൊരു ഗ്രീക്ക് ഡ്രമാറ്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽ ഈ മനുഷ്യരുടെ അവരുടെ ഓരോ ക്യാരക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും പിന്നെ ഈ
നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ വീക്ക്നെസ്സിനെ കുറിച്ചും നമ്മുടെ സിറ്റുവേഷൻസിനെ കുറിച്ചും ഒക്കെ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. ഡ്രാമാസൊക്കെ ക്രിയേറ്റ് ചെയ്ത വ്യക്തിയാണ്. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്ത വ്യക്തിയാണ് സോഫോക്ലിസ് ആയിട്ടുള്ള ഗ്രീക്ക് ഡ്രമാറ്റിസ്റ്റ്. അദ്ദേഹത്തിനും മനസ്സിലായി ലൈഫ് എന്ന് പറയുന്നത് സോറോസ് ഒക്കെ ഉള്ളതാണ്, ഹ്യൂമൻ ബീങ്സിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ സോറോസ് ഒക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഈ ഒരു വിക്ടോറിയൻ ഏജിൽ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സമയത്ത് നിൽക്കുമ്പോഴേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഹ്യൂമൻ ബീങ്സിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര സോറോഫുൾ ആണ് എന്ന് പറയുവാണ്, ഭയങ്കര സാഡ് ആണെന്ന് പറയുവാണ്. എന്നുവെച്ചാൽ പണ്ടത്തെ റൈറ്റേഴ്സിന് മനസ്സിലാവുന്നുണ്ട്, എനിക്കും ഇപ്പോഴും മനസ്സിലാവുന്നുണ്ട്. നേച്ചറിലൂടെയാണ് ഞാൻ പക്ഷേ ആ സഫറിങ് മനസ്സിലാക്കിയെടുക്കുന്നതെന്ന് പറയുവാണ്. അതായത് ആ കല്ല് വന്ന് ഇടിച്ച സൗണ്ട് അദ്ദേഹത്തിന് ഒരു റോറ് പോലെ, അലർച്ച പോലെയാണ് തോന്നുന്നത്. പിന്നീട് അത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര വിഷമമാണ് തോന്നിയത്. സ്റ്റാൻസ 3 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. മാത്യു ആർണൾഡ് റിലീജിയസ് ഫെയ്ത്തിനെ ഒരു കടലായിട്ട് കമ്പയർ ചെയ്യുവാണ്. വൺസ് ഈ ഒരു കടൽ എന്ന് പറയുന്നത് ഫുൾ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു എന്നിങ്ങനെ പറയുവാണ്. പക്ഷെ ഇപ്പോൾ അല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. വെച്ചാൽ ഇപ്പോൾ ആളുകൾ സയന്റിഫിക് ബേസിസിൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, റിലീജിയനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ റിലീജിയസ് ഫെയ്ത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. സോ അത് കണ്ട് ഇദ്ദേഹത്തിന് വിഷമമായി എഴുതിയ ഒരു കവിതയാണ് ഈ ഡോവർ ബീച്ച് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ആളുകളെല്ലാം റിലിജിയനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ഗോഡിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അപ്പം പണ്ടൊന്നും അങ്ങനെയൊന്നും അല്ലായിരുന്നു. അപ്പോൾ പിന്നെന്താണ്, അതായത് റിലീജിയസ് ഫെയ്ത്ത് എന്ന് പറയുന്നത് പണ്ട് ആളുകളുടെ ഫെയ്ത്ത്, ദൈവത്തിനോടുള്ള ഭക്തി അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്ന ഒരു കടൽ പോലെ നിറഞ്ഞതായിരുന്നു, അല്ലെങ്കിൽ സ്ട്രോങ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അതിന് കുലുക്കം സംഭവിച്ചു. ഓക്കെ, എന്ന് വെച്ചാൽ ആ ഒരു ഫെയ്ത്തും സെർട്ടനിറ്റിയും എല്ലാം ഡിക്ലൈൻഡ് ആവുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇപ്പോൾ റിലിജന് അതിൻ്റെ പവർ ലൂസ് ചെയ്യുന്നു. മോഡേൺ സൊസൈറ്റി എന്ന് പറയുന്നത് ഫുൾ ഓഫ് ഡൗട്ടാണ് ഇപ്പം ആളുകൾക്ക് ഫുള്ള്. അപ്പോൾ ഒരു സ്പിരിച്വൽ എംപ്റ്റിനെസ് ആണ് ആളുകൾക്ക് ഫീൽ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അത് ആ വിക്ടോറിയൻ പീരീഡിലുള്ള ആ ഒരു ക്രൈസിസിനാണ് പറയുന്നത്. എന്ന് വെച്ചാൽ സയൻസും റിലിജനും തമ്മിലുള്ള ക്ലാഷ് ആണ് ഇവിടെ സംസാരിക്കുന്നത്. ഫൈനൽ സ്റ്റാൻസയ്ക്കകത്ത് ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. സ്പീക്കർ പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ ബിലവഡ്, അതായത് വൈഫിനെ നോക്കുവാണ്. ആൻഡ് അദ്ദേഹം പറയുവാണ്, വേൾഡ് ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നു, പക്ഷേ അത് ഫുൾ ഓഫ് കൺഫ്യൂഷനും സഫറിങ്ങുമാണ്. ആൻഡ് ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത്, ഇദ്ദേഹത്തിൻ്റെ ബിലവഡിനെ നോക്കി പറയുവാണ്, എനിക്ക് ലവ് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ് ആണ് വേണ്ടത്. ബിക്കോസ് മോഡേൺ വേൾഡിൽ അത് രണ്ടും ഇല്ല. ഒരു ഫെയ്ത്ത്ഫുൾനെസ്സും ഇല്ല, ലവും ഇല്ല, ഒരു സെർട്ടനിറ്റി ഇല്ല, പീസും ഇല്ല, സമാധാനവും ഇല്ല. അപ്പോൾ പോം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റി ഈ ഒരു ബാറ്റിൽ ഫീൽഡിൽ ബ്ലൈൻഡായിട്ട് നിന്ന് വെറുതെ യുദ്ധം ചെയ്യുകയാണ്. ഓക്കെ, ഇഗ്നോറൻറ്റ് ആർമീസ് ക്ലാഷ് അറ്റ് നൈറ്റ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ ഹ്യൂമൻ ബീയിങ്സ് ഇഗ്നോറൻ്റ് ആണ്, അറിവില്ലാതെ അവരെന്ത് ചെയ്യുവാണ്, വെറുതെ ബ്ലൈൻഡായിട്ട് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി തീരുവാണ്, അല്ലെങ്കിൽ മരിക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വഴക്കുണ്ടാക്കി മരിക്കുകയാണ്. ഈ സയൻസും റിലിജനും തമ്മിലുള്ള ക്ലാഷിനെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നത്. അങ്ങനെയാണ് എന്തായാലും ലോകം ഒരു ബാറ്റിൽ ഫീൽഡായിട്ട് മാറിയിരിക്കുന്നു. വേറെ ഹ്യൂമൻ ബീയിങ്സ് ഭയങ്കര ഇഗ്നോറൻ്റ് ആൻഡ് ബ്ലൈൻഡായിട്ട് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിമരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുവാണ്. അപ്പോൾ ഇവിടെ ഫെയ്ത്ത്, റിലീജിയസ് ബിലീഫിൻ്റെ അല്ലെങ്കിൽ റിലീജിയസ് ഫെയ്ത്തിൻ്റെ ലോസ്, പിന്നെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ സഫറിങ്, അത് ടൈംലെസ് ആണ്. അതാണ് പറഞ്ഞത്, പണ്ട് സോഫോക്ലിസ് എന്നുള്ള ഗ്രീക്ക് ഡ്രമാറ്റിസ്റ്റ് ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹവും ഈ ഹ്യൂമൻ സഫറിങ്ങിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്കും ആ ഒരു ഫീലിംഗ് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അപ്പിയറൻസും റിയാലിറ്റിയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. ബ്യൂട്ടിഫുൾ ആയിട്ട് കടൽ ആദ്യമേ ഔട്ട്വേർഡ് ആയിട്ട് തോന്നുമെങ്കിലും പക്ഷെ അത് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് നിന്നപ്പോൾ അതിനകത്ത് ഒരു സാഡ്നെസ് ആൻഡ് കൺഫ്യൂഷനും ഉണ്ട്. മോഡേൺ ഹ്യൂമൻസ് ഭയങ്കര ലോൺലി ആൻഡ് സ്പിരിച്വലി അൺസേർട്ടൻ ആണ്. പിന്നെന്താണ്, അപ്പം അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ബിലവഡിനെ നോക്കുക എന്ന് വെച്ചാൽ മീനിങ് എന്താ, അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ബിലവഡിനെ നോക്കി സംസാരിക്കുവാണ്. എന്താണ് അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ആ ഒരു പെൺകുട്ടിയെ നോക്കി പറയുന്നത് എന്താണ്, എനിക്ക് പക്ഷേ ലോകം മൊത്തം ഇങ്ങനെയായിരിക്കാം, പക്ഷേ എനിക്ക് കംഫർട്ട് പേഴ്സണൽ ലെവലിൽ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ എനിക്ക് കംഫർട്ട് തരാൻ നീ മാത്രമേ ഉള്ളൂ, എനിക്ക് നിൻ്റെ അടുത്ത് നിന്നെങ്കിലും എന്ത് വേണം, ഒരു ഫെയ്ത്ത്ഫുൾനെസ് വേണം. കാരണം ലോകം ഫുള്ള് അൺഫെയ്ത്ത്ഫുൾ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് മെറ്റഫർ എന്ന് പറയുന്നത് സീ ഓഫ് ഫെയ്ത്ത് ആണ് കേട്ടോ. സീ ഓഫ് ഫെയ്ത്ത് സോഫോക്ലിസിനെ കുറിച്ച് പറയുന്നുണ്ട്, അതൊന്ന് നോക്കി വെക്കുക. പിന്നെ ഡോവർ ബീച്ച് എന്ന് പറയുന്നത് സ്പിരിച്വൽ ക്രൈസിസിനെ കുറിച്ചാണ് പറയുന്നത്. വിക്ടോറിയൻ ഏജിൽ ആ ഒരു ബ്യൂട്ടിഫുൾ ഇമേജറിയും ഫിലോസഫിക്കൽ ഡെപ്ത് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും. ഞാൻ ഒരു വർക്കും കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ഓസ്കർ വൈൽഡിൻ്റെ ലേഡി വിൻഡമിയേഴ്സ് ഫാനും കൂടെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് ഈ ഒരു ഓഡിയോയ്ക്കകത്ത്, സോ ദാറ്റ് ഐ ക്യാൻ വൈൻഡ് ഇറ്റ് അപ്പ്. അപ്പോൾ ഓസ്കർ വൈൽഡ് എന്ന് പറയുന്നത് മോസ്റ്റ് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡ്രമാറ്റിസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓസ്കർ വൈൽഡിൻ്റെ കുറേയൊക്കെ ബുക്സ്, ഡ്രാമാസ്, പ്ലേസ് ഒക്കെ ബാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഒബ്സീനായിട്ടും സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം തുറന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട്
കുറേയൊക്കെ കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ റിലേറ്റഡ് ആയതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സ് ഒക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാം ബാൻ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ബ്രില്യൻറ്റ് റൈറ്ററാണ്. വിക്ടോറിയൻ ഏജിൽ അയർലൻഡിലാണ് ജനിച്ചത്. ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഹ്യൂമറാണ് കേട്ടോ ഇദ്ദേഹത്തിൻ്റേത്. ആൻഡ് ഇദ്ദേഹവും പിന്നെന്താണ് ആർട്ട് ഫോർ ആർട്ട്സ് സേക്ക് എന്നുള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സ്ലോഗനുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ളൊരു റൈറ്ററാണ്. അതായത് ആർട്ട് എന്ന് പറയുന്നത് ബ്യൂട്ടി ആൻഡ് ആർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇത് എന്താണ് അല്ലെങ്കിൽ ലിറ്ററേച്ചറിലൂടെ അല്ലെങ്കിൽ ആർട്ടിലൂടെ ആർട്ടിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് ആർട്ട് തന്നെയാണ്. അല്ലാതെ മോറൽ ലെസൺസ് തരികയോ പഠിപ്പിക്കുകയോ ഒന്നും അല്ല. ആർട്ടിൻ്റെ ഉപദേശം തരുന്നതല്ല ആർട്ടിൻ്റെ മെയിൻ എയിം. ആർട്ട് എക്സിസ്റ്റ് ഓൺലി ഫോർ ആർട്സ് പേർപ്പസ്. മേജർ വർക്ക്സ് എന്ന് പറയുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഓണസ്റ്റ് ഉണ്ട്, ആൻ ഐഡിയൽ ഹസ്ബൻഡ് ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ള ലേഡി വിൻഡർമിയേഴ്സ് ഫാൻ. ലേഡി വിൻഡർമിയർ എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ പേരാണ് കേട്ടോ. ലേഡി വിൻഡർമിയറിൻ്റെ ഫാന്. ഭയങ്കര വിറ്റി ആൻഡ് സറ്റാറിക്കൽ ആയിട്ടുള്ളൊരു പ്ലേ ആണ്. അപ്പർ ക്ലാസ് ഹിപ്പോക്രസിയെക്കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ക്ലവർ ഡയലോഗ്സ് ആണുള്ളത്. പിന്നെന്താണ്, ഇദ്ദേഹം ഈ മൊറാലിറ്റി എന്ന് പറഞ്ഞ കാര്യത്തിൽ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ടാണ് ഇതിനകത്തൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ലേഡി വിൻഡർമിയേഴ്സ് ഫാൻ എന്ന് പറയുന്നത് ഒരു 4 ആക്ട് സോഷ്യൽ കോമഡിയാണ്. 1892 ഇത് ഫസ്റ്റ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഓസ്കർ വൈൽഡിൻ്റെ ലേഡി വിൻഡർമിയേഴ്സ് ഫാൻ എന്ന് പറയുന്നത് ഒരു വിക്ടോറിയൻ സൊസൈറ്റിയുടെ ഹിപ്പോക്രസിയെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ളൊരു പ്ലേ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്ലേയിൽ അദ്ദേഹം മൊറാലിറ്റിക്കൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാറില്ല. സോ മാരേജ്, മദർഹുഡ്, ഫൊർഗീവ്നെസ്, സോഷ്യൽ റെപ്യൂട്ടേഷൻ ഇങ്ങനെയുള്ള തീംസിനെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മുടെ ആ സമയത്തെ സൊസൈറ്റിയിലെ ഹിപ്പോക്രസി, ആവശ്യമില്ലാത്ത പ്രിട്ടൻഷൻസിന് എതിരെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ലേഡി വിൻഡർമിയേഴ്സ് ഫാൻ എന്നുള്ള പ്ലേയുടെ സബ് ടൈറ്റിൽ എന്ന് പറയുന്നത് എ പ്ലേ എബൌട്ട് എ ഗുഡ് വുമൺ എന്നാണ്. സോ ഇവിടെ ഓസ്കർ വൈൽഡ് ഗുഡ് വുമൺ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ടൈറ്റിലിനകത്ത് അങ്ങനെയാണ് കൊടുത്തേക്കുന്നതെന്നുണ്ടെങ്കിലും ഓസ്കർ വൈൽഡ് ഐറോണിക്കലി ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ് അക്കോർഡിംഗ് ടു സൊസൈറ്റി വാട്ട് ഈസ് ഗുഡ് ആൻഡ് ബാഡ് ഫോർ എ വുമൺ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു ലേഡി വിൻഡർമിയേഴ്സ് ഫാൻ എന്നുള്ളത് ഈ ഒരു പ്ലേയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിമ്പലാണ്. സംശയത്തിൻ്റെ അല്ലെങ്കിൽ സസ്പീഷ്യൻ്റെ, ഐഡൻറ്റിറ്റിയുടെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്കാൻഡലിൻ്റെ അല്ലെങ്കിൽ ഒരു ഗോസിപ്പിൻ്റെ ഒരു സിമ്പലാണ് എന്തെന്ന് പറയുന്നത് ഈ ലേഡി വിൻഡർമിയേഴ്സ് ഫാൻ എന്നുള്ള ടൈറ്റിലെ ഫാൻ എന്നുള്ള സിമ്പൽ. അപ്പോൾ ആക്ട് 1 എന്ന് പറയുന്നത് ലേഡി വിൻഡർമിയേഴ്സ് ഹൗസിലാണ് ഹാപ്പൻ ചെയ്യുന്നത്. അവരുടെ ബർത്ത്ഡേ പാർട്ടിക്കുള്ള പ്രിപ്പറേഷൻസ് നടക്കുകയാണ്. അപ്പോൾ ലേഡി വിൻഡർമിയർ അവരുടെ ഹസ്ബൻഡിൽ നിന്നൊരു ഗോസിപ്പ് കേൾക്കുകയാണ്. ലേഡി വിൻഡർമിയറുടെ ഹസ്ബൻഡിൻ്റെ പേര് ലോർഡ് വിൻഡർമിയർ. സോ അതായത് ഒരു മിസ്റ്റീരിയസ് വുമൺ ആയിട്ടുള്ള മിസ്സസ് എർലിൻ അവർക്ക് പൈസ കൊടുക്കുന്നതായിട്ട് ഒരു ഗോസിപ്പ് കേൾക്കുകയാണ്. അതായത് ലോർഡ് വിൻഡർമിയർ ഹാസ് ബീൻ വിസിറ്റിംഗ് എ മിസ്റ്റീരിയസ് വുമൺ. ആ സ്ത്രീയുടെ പേരാണ് മിസ് എർലിൻ. ആൻഡ് അവർക്ക് ഇയാൾ പൈസ കൊടുക്കുന്നു. അപ്പോൾ ലേഡി വിൻഡർമിയർ ഭയങ്കര ഷോക്ക്ഡ് ആൻഡ് ആംഗ്രി ആവുന്നു. കാരണം അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വളരെ മോറൽ ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. ഭയങ്കരമായിട്ട് ഫെയ്ത്ത്ഫുള്ളാണ് ഹസ്ബൻഡിൻ്റെ അടുത്ത്. സോ ലോർഡ് വിൻഡർമിയറിൻ്റെ അടുത്ത് ഇവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ പൈസ കൊടുക്കാറുണ്ടോ, ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് ചോദിക്കുമ്പോൾ അയാൾ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല. അയാൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്സസ് എർലിൻ മസ്റ്റ് ബി ഇൻവൈറ്റഡ് ടു ദി ബർത്ത്ഡേ പാർട്ടി എന്ന് ഇയാൾ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പൈസയുടെ കാര്യങ്ങളൊന്നും ഇയാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അതെല്ലാം റെഫ്യൂസ് ചെയ്ത് വിടുവാണ്. പക്ഷേ ഇങ്ങനൊരു സ്ത്രീ ബർത്ത്ഡേ പാർട്ടിക്ക് വരുന്നുണ്ടെന്നുള്ള രീതിയിൽ ഇയാൾ സംസാരിച്ചു. അപ്പോൾ അത് ലേഡി വിൻഡർമിയറിന് പിന്നീട് സസ്പീഷൻ ആവുന്നു. അതായത് ഹസ്ബൻഡിൻ്റെ അഫെയർ ഉണ്ടെന്ന് ഇവർ ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ്. പിന്നെ വരുന്നൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് ലോർഡ് ഡാർലിംഗ്ടൺ ആണ്. ലോർഡ് ഡാർലിംഗ്ടണിന് സീക്രറ്റായിട്ട് ലേഡി വിൻഡർമിയറിനെ ഇഷ്ടമാണ്. സോ ഇയാൾ ഈ ഒരു സംശയത്തിൻ്റെ, അതായത് ഹസ്ബൻഡുമായിട്ടുള്ള ഇഷ്യൂ മുതലെടുത്തിട്ട് ഇവരുടെ അടുത്ത് പറയുന്നുണ്ട് ആണുങ്ങൾ അൺഫെയ്ത്ത്ഫുള്ളാണ്, അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിനെ ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യേണ്ടെന്ന് ഇയാളും ഇവരെ എരിയേറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലേഡി വിൻഡർമിയർ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആവുന്നു. ആക്ട് 1 അവസാനം മിസ്സസ് എർലിൻ എന്നുള്ള ആ ഒരു സസ്പീഷ്യസ് ക്യാരക്ടർ, ആ ഒരു മിസ്റ്റീരിയസ് വുമൺ, ഷീ അറൈവ്സ് അറ്റ് ദി പാർട്ടി. അപ്പോൾ സൊസൈറ്റി ഇവരെ ഇപ്പോൾ കാണുന്നത് എങ്ങനെയാണ്? ഒരു സ്കാൻഡലസ് വുമണായിട്ടാണ്. ഇവരുടെ പാസ്റ്റ് എന്താണ്, ഇവരെന്താണ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്, ഇവരുടെ ലൈഫ് എങ്ങനെയാണ്, ഇവരെങ്ങനെയുള്ള സ്ത്രീയാണ് എന്നുള്ള രീതിയിൽ സൊസൈറ്റി ഇവരെ ഇപ്പോൾ കാണാൻ തുടങ്ങി, ഈ മിസ് എർലിൻ എന്നുള്ള ഒരു ക്യാരക്ടറിനെ. ലേഡി വിൻഡർമിയർ ഇവരെ കണ്ടപ്പോൾ തന്നെ ഇവർക്ക് എന്തായി, ഹേറ്റ് ചെയ്യാൻ തുടങ്ങി. ആക്ട് 2 എന്ന് പറയുന്നത് ഗ്രോയിങ് സസ്പീഷൻ. ലേഡി വിൻഡർമിയർ ഭയങ്കരമായിട്ട് കൺവിൻസ്ഡ് ആയി ഹസ്ബൻഡിന് മിസ്സസ് എർലിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം. ലോർഡ് ഡാർലിംഗ്ടണും എന്ത് ചെയ്തു, ഈ ഒരു അവസരം മുതലാക്കി ലേഡി വിൻഡർമിയറിൻ്റെ അടുത്ത് അയാളുടെ ലവ് കൺഫസ് ചെയ്തു. ആൻഡ് ഹസ്ബൻഡിനെ വിട്ടിട്ട് ഇയാളുടെ കൂടെ ഓടി വരാനും കൂടി ഇയാൾ പറഞ്ഞു.
അറ്റ് ഫസ്റ്റ് ഇവർ റെഫ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു ഇമോഷണൽ കൺഫ്യൂഷൻ്റെ ആ ഒരു സ്റ്റേറ്റ് ഇയാൾ വൾണറബിൾ ആക്കി, ആ ഒരു വൾണറബിൾ സ്റ്റേറ്റിലിരിക്കുവാണല്ലോ, ഇമോഷണലി വൾണറബിൾ ആയിട്ടിരിക്കുക. ഹസ്ബൻഡിന് അഫെയർ ഉണ്ടോ ഇല്ലയോ, ആ ഒരു സ്ത്രീ ബർത്ത്ഡേ പാർട്ടിക്ക് വരുന്നു. അതേ സമയത്ത് ഈ ലോർഡ് ഡാർലിംഗ്ടൺ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയുന്നു, ഓടി വരാൻ പറയുന്നു. അപ്പോഴത്തേക്ക് ആദ്യമേ ഇവർ റെഫ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് അവർ പതുക്കെ അയഞ്ഞു തുടങ്ങി. മിസ്സസ് അയർലൻഡ് എന്താണ്, വളരെ ക്ലവർ ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇവിടെ ബിഹേവ് ചെയ്ത് തുടങ്ങുന്നത്. ഗസ്റ്റുകളെല്ലാം വളരെയധികം ചാം ചെയ്യുന്നു. അവർ എന്താണ് ഭയങ്കര വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതി വളരെ കൂളായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങുവാണ്. അങ്ങനെ ലേഡി വിൻറ്റർമിയർ എന്താണ്, അവരുടെ ഫാൻ ലോർഡ് ഡാർലിംഗ്ടൻ്റെ റൂമിൽ വിട്ടിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഫാൻ പിന്നീട് ഒരു ഡേഞ്ചറസ് എവിഡൻസ് ആയിട്ട് മാറുവാണ്, അവരുടെ റെപ്യൂട്ടേഷൻ തന്നെ തകർക്കാൻ പറ്റുന്ന രീതിയിൽ. ആക്ട് 3 എന്ന് പറയുന്ന ലോർഡ് ഡാർലിംഗ്ടൻ്റെ റൂമിലാണ് ഹാപ്പൻ ചെയ്യുന്നത്. ലേഡി വിൻറ്റർമിയർ ലോർഡ് ഡാർലിംഗ്ടനെ വിസിറ്റ് ചെയ്യുന്നു അൺഹാപ്പി മാരേജിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി. ഹൗവർ പക്ഷെ അവർ ആ ഡിസിഷൻ റിഗ്രറ്റ് ചെയ്യുവാണ്. സഡൻലി സെവറൽ മെൻ ഇൻക്ലൂഡിങ് ലോർഡ് വിൻറ്റർമിയർ അവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അറൈവ് ചെയ്യുന്നു. ആരുടെ റൂമിൽ, ലോർഡ് ഡാർലിംഗ്ടൻ്റെ റൂമിൽ. ലേഡി വിൻറ്റർമിയർ എന്ത് ചെയ്യാണ്, അനദർ റൂമിൽ സ്കാൻഡൽ, അതായത് ഈ ആണുങ്ങൾ വേറൊരാളുടെ റൂമിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സ്കാൻഡൽ ഉണ്ടാവുമല്ലോ എന്ന് പേടിച്ച് ഇയാളവർ ഒരു കേർട്ടൻ്റെ അല്ലെങ്കിൽ ഒരു റൂമിൽ ഹൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മിസ്സസ് അയർലിൻ ഡിസ്കവർ ചെയ്യുന്നുണ്ട് ലേഡി വിൻറ്റർമിയർ അവിടെ ഹൈഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ലേഡി വിൻറ്റർമിയറിൻ്റെ റെപ്യൂട്ടേഷൻ സേവ് ചെയ്യാൻ വേണ്ടി മിസ്സസ് അയർലിൻ എന്ത് ചെയ്യുകയാണ്, ആ ഫാൻ അവരവിടെ ലീവ് ചെയ്തിട്ട് പോയ ആ ഫാൻ എൻ്റേതാണെന്നുള്ള രീതിയിൽ മിസ്സസ് അയർലിൻ അത് യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഷീ സാക്രിഫൈസസ് ഹെർ ഓൺ റെപ്യൂട്ടേഷൻ ഫോർ ആർക്ക് വേണ്ടി, ലേഡി വിൻറ്റർമിയറിന് വേണ്ടി. അപ്പോൾ അവരുടെ ആ ഒരു കൈൻഡ്നെസ് ആൻഡ് ലവ് ആണ് അവിടെ തെളിയുന്നത്. എന്നുവെച്ചാൽ ആ സ്ത്രീ അത്രയും അധികം സ്കാൻഡലസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രശ്നക്കാരിയായിട്ടുള്ള സ്ത്രീ അല്ല എന്ന് അവിടെ ഓസ്കർ വൈൽഡ് കാണിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു സ്ത്രീയുടെ ഫാൻ അവരുടേതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓഡിയൻസ് ഗ്രാജുവലി ലേൺ ദാറ്റ് മിസ്സസ് അയർലിൻ ഇസ് ആക്ച്വലി ലേഡി വിൻറ്റർമിയറിൻ്റെ അമ്മയാണെന്ന് മനസ്സിലാക്കുന്നു. ഹു വാസ് ബിലീവ് ടു ബി ഡെഡ്. അവർ വിചാരിച്ചിരിക്കുന്നത് മരിച്ചു പോയെന്നായിരുന്നു, പക്ഷേ ലേഡി വിൻറ്റർമിയറിൻ്റെ അമ്മ ജീവനോടെയുണ്ട്. അതാണ് ആരെന്ന് പറയുന്നത്, മിസ്സസ് അയർലിൻ. ഇയേഴ്സ് അഗോ അവരവരുടെ ഫാമിലിയെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. ആക്ട് 4 റീകൺസീലിയേഷനാണ്. ലേഡി വിൻറ്റർമിയർ ഹോമിൽ റിട്ടേൺ ആയിട്ട് വരുന്നു, സേഫായിട്ട് വരുന്നു. മിസ്സസ് അയർലിൻ എന്ത് ചെയ്യുകയാണ്, മദർഹുഡ് എന്നുള്ള ആ ഒരു സത്യം മറച്ചു വെക്കുകയാണ് പബ്ലിക് അറിയാതിരിക്കാൻ വേണ്ടി. ബിക്കോസ് മകളുടെ ആ ഒരു റെപ്യൂട്ടേഷനൊന്നും അമ്മ കാരണം എന്ത് ചെയ്യുന്നില്ല, ഡിസ്ട്രോയ് ചെയ്യേണ്ട. ലോർഡ് വിൻറ്റർമിയറും ലേഡി വിൻറ്റർമിയറും കൂടെ റീകൺസൈൽ ആവുന്നു. മിസ്സസ് അയർലിൻ എന്താ പറയുന്നത്, ഡിസൈഡ്സ് ടു ലീവ് ഇംഗ്ലണ്ട് വിത്ത് ലോർഡ് അഗസ്റ്റസ്. അപ്പോൾ അവരുടെ പേഴ്സണൽ ഹാപ്പിനെസ്സും പബ്ലിക് റെക്കഗ്നീഷനും മകൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ട് അവർ എവിടെ പോവുകയാണ്, ഇംഗ്ലണ്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ പ്ലേ എൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോർഗീവ്നെസ് ആൻഡ് മെച്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് ഈ ഒരു പ്ലേ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അമ്മ മകളുടെ റെപ്യൂട്ടേഷൻ എന്ത് ചെയ്യുന്നത്, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുകയാണ്, ആ ഫാൻ ഒളിപ്പിച്ച് വെക്കുന്നു. പിന്നെന്താണ്, അമ്മ മദർഹുഡിനെ കുറിച്ച് ഇവരുടെ അടുത്ത് എന്താണ് പറയുന്നില്ല. അവർ പതുക്കെ സൈലൻ്റ് ആയിട്ട് എന്ത് ചെയ്യുവാണ്, ഇംഗ്ലണ്ടിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് തീമായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പിയറൻസും റിയാലിറ്റിയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്. വിക്ടോറിയൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഭയങ്കര റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും മൊറാലിറ്റിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സൊസൈറ്റിയാണ് വിക്ടോറിയൻ സൊസൈറ്റി. ആളുകളുടെ അപ്പിയറൻസിനെ ബേസ് ചെയ്തിട്ടാണ് ജഡ്ജ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ലേഡി വിൻറ്റർമിയർ മോറലി പെർഫെക്റ്റ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നു, പക്ഷേ അവരൊരു സ്കാൻഡൽ കമ്മിറ്റ് ചെയ്യുകയാണ് അല്ലേ. അവർ ഡിസൈഡ് ചെയ്യുന്നുണ്ട് എന്തോ ഡിസൈഡ് ചെയ്യുന്നത് മറ്റേ ആളുമായിട്ട് ലോർഡ് ഡാർലിംഗ്ടനുമായിട്ട് ലോപ്പ് ചെയ്ത് പോകാൻ. പക്ഷേ അവർ പിന്നീട് എന്തോ ഒരു സിറ്റുവേഷനിൽ അങ്ങ് റിജക്റ്റ് അത് വേണ്ടാന്ന് പറഞ്ഞങ്ങ് പോവുകയാണ്. മിസ്സസ് അയർലിൻ ഇമ്മോറലായിട്ട് അപ്പിയർ ചെയ്യുന്നെങ്കിലും പക്ഷേ അവർ ഭയങ്കര സെൽഫ്ലെസ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അവരാണ് മകളെ ഈ ഒരു സ്കാൻഡലിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്, അവരുടെ ഫാനാണ് പറഞ്ഞ് അല്ലേ. അവിടെ അവർ ഉപേക്ഷിച്ചിട്ട് പോയ ഫാൻ എൻ്റേതാണെന്നും പറഞ്ഞ് മിസ്സസ് അയർലിനാണ് അതെടുത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹ്യൂമൻ ക്യാരക്ടർ വളരെ കോംപ്ലക്സ് ആണ്. സൊസൈറ്റി കാണുന്ന പോലെ അല്ല, സൊസൈറ്റി ഒരാൾ കാണുന്ന പോലെ അല്ല അവരുടെ ക്യാരക്ടർ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പിയറൻസ് ചിലപ്പോൾ ഓക്കെ ആയിരിക്കും, പക്ഷേ ഇൻ റിയാലിറ്റി അവരുടെ ക്യാരക്ടർ വളരെ മോശമായിരിക്കും. വിക്ടോറിയൻ സൊസൈറ്റിയുടെ ഹിപ്പോക്രസി പറയുന്നുണ്ട്. അപ്പർ ക്ലാസ് മൊറാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്, പക്ഷേ സീക്രട്ട്ലി അവർ ഗോസിപ്പും സ്കാൻഡലും ഒക്കെ എൻജോയ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഡബിൾ സ്റ്റാൻഡേർഡും അതൊക്കെയാണ് ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഇനി സ്ത്രീകളുടെ റോള്. അപ്പോൾ ഇവിടെ പ്ലേ എക്സാമിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ലിമിറ്റഡ് ചോയ്സസേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതായത് സോഷ്യൽ റൂൾസ് ബ്രേക്ക് ചെയ്യുന്ന സ്ത്രീയാണെന്നുണ്ടെങ്കിൽ അവരുടെ റെപ്യൂട്ടേഷൻ പെർമനൻ്റ് ആയിട്ട് തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. മിസ്സസ് അയർലിൻ സഫർ ചെയ്യുന്നു ബിക്കോസ് സൊസൈറ്റി സ്ത്രീകളുടെ മിസ്റ്റേക്ക് ഒരിക്കലും ഫൊർഗീവ് ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ ഫാൻ അവരുടേതാണെന്ന് പറഞ്ഞപ്പോൾ അവർ ലോർഡ് ഡാർലിംഗ്ടൻ്റെ റൂം വിസിറ്റ് ചെയ്തെന്നായി, ലോർഡ് ഡാർലിംഗ്ടനെ അവർ വിസിറ്റ് ചെയ്തെന്നായി പോയി. അപ്പം പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മദർഹുഡ് ആൻഡ് സാക്രിഫൈസ്. മിസ്സസ് അയർലിൻ അവരുടെ ഡോട്ടറിൻ്റെ ആ ഒരു റെപ്യൂട്ടേഷൻ പ്രൊട്ടക്റ്റ് ചെയ്തു അറ്റ് ദി കോസ്റ്റ് ഓഫ് ഹെർ ഓൺ റെപ്യൂട്ടേഷൻ അല്ലേ. ആ ഒരു സാക്രിഫൈസ്
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു സിമ്പത്തറ്റിക് ഫിഗറാക്കി മാറ്റുവാണ് ഈ ഒരു പ്ലേയിൽ. പിന്നെ മാരേജ് ആൻഡ് ട്രസ്റ്റ്. ഈ ലേഡി വിന്റർമിയറിനെ പെട്ടെന്ന് തന്നെ സംശയിക്കുവാണ് ലോർഡ് വിന്റർമിയറിനെ, അല്ല ഈ ഒരു അയർലീൻ്റെ കാര്യം പറഞ്ഞ്. അപ്പോൾ സസ്പീഷൻ എന്ന് പറയുന്നത് മാരേജിനെ ഓൾവേസ് ഡാമേജ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ലവിന് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാരേജ് ആണെന്നുണ്ടെങ്കിലും ട്രസ്റ്റും അണ്ടർസ്റ്റാൻഡിങ്ങും ഫൊർഗീവ്നെസ്സും അത്യാവശ്യമാണ്. അപ്പോൾ ലേഡി വിന്റർമിയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അവർ യങ് ആൻഡ് ബ്യൂട്ടിഫുൾ ആണ്, മോറലി സ്ട്രിക്റ്റ് ആണ്, ഇന്നസെൻ്റ് ആണ്, പക്ഷേ ഇമോഷണൽ ആണ്, ഇമ്പൾസീവ് ആണ്. പെട്ടെന്നായിരിക്കും ഓരോ ഡിസിഷൻസ് എടുക്കുന്നത്, പെട്ടെന്ന് തന്നെ അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്യും അവർ. റിഗ്രറ്റ്ഫുൾ ആണ്. അപ്പോൾ ലേഡി വിന്റർമിയർ എന്ന് പറയുന്നത് അവരുടെ ആ ഒരു മൊറാലിറ്റി എന്ന് പറയുന്നത് അബ്സല്യൂട്ടാണ്. പക്ഷേ അവരുടെ ആ ഒരു ഇമോഷണൽ വൾണറബിലിറ്റിയാണ് അവരെ എന്ത് ചെയ്തത്, ഓരോ റോങ് ആയിട്ടുള്ള ഡിസിഷൻസിലോട്ട് അവരെ കൊണ്ടെത്തിച്ചത്. ഓക്കെ, എന്നുവെച്ചാൽ അവർക്ക് ആ ഒരു ജഡ്ജ് ചെയ്യാനുള്ളൊരു കഴിവില്ല. ഇന്ന ആൾ ഗുഡാണോ ബാഡാണോ ഉള്ള കഴിവ് അറിയില്ല. മിസ്സസ് ഐലീൻ ഇൻ്റലിജൻറ്റ് ആൻഡ് ചാമിങ് ആണ്, പക്ഷേ അവർ സോഷ്യലി ഡിസ്ഗ്രേസ്ഡ് ആയി പോയി. എന്ന് വെച്ചാൽ സോഷ്യലി അവർ ഒരുപാട് സ്കാൻഡൽസ് കേൾക്കേണ്ടി വന്നു. മാനിപ്പുലേറ്റ്, അതായത് ഇവർ ഭയങ്കര കെയറിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും കൂടിയാണ്. ഇവരാണ് മോസ്റ്റ് കോംപ്ലക്സ് ക്യാരക്ടർ ഇൻ ദ പ്ലേ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. സൊസൈറ്റി ഈവൻ ദോ ഇവരെ ഇമ്മോറലായിട്ട് വ്യൂ ചെയ്യുന്നുണ്ടെങ്കിലും അവർ മറ്റേണൽ ലവിൻ്റെ അല്ലെങ്കിൽ ഗ്രേറ്റ് സാക്രിഫൈസിൻ്റെ സിമ്പിളാണ് ഈ ഒരു പ്ലേക്കകത്ത്. ഓക്കെ, ലോർഡ് വിന്റർമിയർ റെസ്പോൺസിബിൾ ആണ്, പ്രൊട്ടക്റ്റീവ് ആണ്, പേഷ്യൻ്റ് ആണ്, സീക്രറ്റീവ് ആണ്. ലോർഡ് വിന്റർമിയറിന് അറിയാം എന്താണ് ഇവർ അമ്മയാണെന്നൊക്കെ, പക്ഷെ അയാൾ വൈഫിൻ്റെ ആ ഒരു ഇമേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അയാളും റിവീൽ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് മിസ്സസ് ഐർലീൻ പാർട്ടിക്ക് വരുന്നുണ്ട്, പക്ഷെ അവരാരാന്നുള്ള കാര്യമൊന്നും ഇയാൾ ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്യാഞ്ഞത് അല്ലേ. അപ്പോൾ അത് അയാളുടെ ഇൻറ്റൻഷൻസ് ഗുഡാണ്, പക്ഷേ അയാൾ സീക്രട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഹാപ്പൻ ചെയ്തത്. ലോർഡ് ഡാർലിംഗ്ടൺ എന്ന് പറഞ്ഞ ആൾ ചാമിങ് ആണ്, റൊമാൻറ്റിക് ആണ്, ഇൻ്റലിജൻ്റ് ആണെങ്കിലും അയാൾ കുറച്ച് കണ്ണിങ് ആണ്. അയാൾ ആ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് ഇവരെ ടെംപ്റ്റ് ചെയ്തിട്ട് ഇവരെയും കൊണ്ട് ഒളിച്ചോടാൻ നിന്നൊരു മനുഷ്യനാണ് അല്ലേ. പിന്നെ ലോർഡ് അഗസ്റ്റസ് ലോർട്ടൺ, ഞാൻ പറഞ്ഞല്ലോ അവസാനം മിസ്സസ് ഐർലി അഗസ്റ്റസുമായിട്ടാണ് ഇംഗ്ലണ്ടിലോട്ട് പോകുന്നതെന്ന്. അപ്പം ലോർഡ് അഗസ്റ്റസ് എന്ന് പറഞ്ഞൊരു കോമിക് ലൈക്ക് ഫിഗറാണ്, ഭയങ്കര ടോക്കറ്റീവ് ആണ് കേട്ടോ. അയാൾ ഈ ഒരു പ്ലേയിലെ ഹ്യൂമറസ് ക്യാരക്ടറാണ്. ആ ഒരു പ്ലേക്ക് ലൈറ്റ്നെസ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കുറച്ച് കോമിക് എപ്പിസോഡ്സ് കൊണ്ടുവരുന്ന ക്യാരക്ടറാണ് ലോർഡ് അഗസ്റ്റസ്. പിന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിമ്പിൾ ഫാൻ സിംബലൈസ് ചെയ്യുന്നത് ഫീമെയിൽ ഐഡൻറ്റിറ്റിയാണ്, റെപ്യൂട്ടേഷനെയാണ്, അല്ലെങ്കിൽ ഹിഡൻ ട്രൂത്തിനെയാണ്. ഇപ്പോൾ ലേഡി വിന്റർമിയർ ഫാൻ കളഞ്ഞിട്ട് പോകുമ്പോൾ ആ ഒരു എവിഡൻസ് ആണ് അവരുടെ ആ ഒരു സൊസൈറ്റിയിലുള്ള പൊസിഷനെ തന്നെ ഡാമേജ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു ഇവരുടെ ഫാൻ എന്ന് പറയുന്നത്. പക്ഷേ അത് അമ്മ ഏറ്റെടുത്ത് അവരുടെ റെപ്യൂട്ടേഷനാണ് അവിടെ ഡാമേജ്ഡ് ആയത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു കോമഡി ഓഫ് മാനേഴ്സ് ആണ്. അപ്പർ ക്ലാസ് ബിഹേവിയറിനെയും ഗോസിപ്പിനെയും അവരുടെ ആർട്ടിഫിഷ്യൽ മാനേഴ്സിനെയൊക്കെ കളിയാക്കുന്നതാണ്. ഇതൊരു സറ്റയറും കൂടിയാണ്, വിക്ടോറിയൻ മൊറാലിറ്റിയൊക്കെ കളിയാക്കുന്നു. ഓക്കെ, അപ്പം പിന്നെ കോമഡിയുണ്ട് ഇതിനകത്ത്, മൊറാലിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. നല്ല മെമ്മറബിൾ ആയിട്ടുള്ള വിറ്റി ഡയലോഗ്സാണ് അവർ എഴുതിയിരിക്കുന്നത്, അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഓസ്കർ വൈൽഡ്. അപ്പോൾ ഇതൊരു ലൈറ്റ് കോമഡിയാണ്, കോമഡി ഓഫ് മാനേഴ്സ് ആണ്, മറന്നു പോകരുത് കേട്ടോ.